മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്നു ക്രിസ്തുവിൽ പുതുസൃഷ്ടികൾ ആയവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഈ ആഴ്ച നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട മുത്തുക്കുഴി സ്വദേശിനി സഞ്ചാര സുവിശേഷിക സിസ്റ്റർ ഷീല സുനിൽ രാജിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷീല. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് തിരുവനന്തപുരം വെള്ളറട കോവലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തുക്കുഴിയിലാണ്. ഞാനൊരു നാമധേയ ക്രൈസ്തവ ഭവനത്തിൽ ജനിക്കപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ പിതാവ്, മാതാവ്, 2 സഹോദരങ്ങൾ എന്നിവർ അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. മാതാവ് ചർച്ചിൽ പോകാനിടയെ തുടർന്ന് പിതാവ് രക്ഷിക്കപ്പെട്ടു. എൻ്റെ 2 സഹോദരങ്ങളും ദൈവഭാഗത്തേക്ക് കടന്നു വന്നു. എന്നാൽ എനിക്ക് ഈ പെന്തക്കോസ് മാർഗത്തിൽ വരുവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു കാരണം ഞാൻ സ്കൂൾ പഠനകാലത്ത് ആർട്സിലും സ്പോർട്സിലൊക്കെ നന്നായിട്ട് പോകുന്നത് കാരണം എനിക്ക് പെന്തക്കോസ് കൂട്ടായ്മയായിട്ട് പ്രത്യേകിച്ച് ഓർണമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നടക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങൾ അപ്പോഴും രക്ഷിക്കപ്പെട്ട ഫാമിലി ആയതുകൊണ്ട് ചർച്ചിൽ നിന്ന് ഒരു സഹോദരൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ കടന്നു വന്ന് എന്നോട് സുവിശേഷം പറയുവാനിടയെ തീർന്നു. എന്നാൽ ആ സുവിശേഷം പറയുന്ന സമയത്തൊക്കെയും ഞാനിങ്ങനെ തർക്കിക്കുമായിരുന്നു. കാരണം ഞാൻ ഈ നാമധേയ ക്രൈസ്തവ ഭാഗത്താണെങ്കിലും വചനം നന്നായിട്ട് വായിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ നല്ല ദൈവഭക്തരായ ഫാമിലിപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു ഞാൻ. അങ്ങനെ ഈ സഹോദരൻ സുവിശേഷം പറഞ്ഞപ്പോഴെല്ലാം തർക്കിക്കുമായിരുന്നു. അങ്ങനെ സ്വർഗത്തെ നരകത്തെയൊക്കെ കുറിച്ച് പറഞ്ഞു, സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴെല്ലാം പുള്ളിയെ ഇങ്ങനെ ഒന്നും പറയാൻ അനുവദിക്കാതെ വണ്ണം ഞാൻ മറുപടി കൊടുക്കുമായിരുന്നു. അവസാനം ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇന്ന് മരിച്ചാൽ നിൻ്റെ ആത്മാവ് എവിടെ പോകും? നിൻ്റെ മാതാവും പിതാവും സ്വർഗത്തിൽ പോകും, നീ എങ്ങോട്ട് പോകുമെന്ന് എന്നോട് ചോദിക്കുവാനിടയെ തീർന്നു. ഞാൻ ആ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, സ്വർഗവും നരകവും യേശുവാണ് ഉണ്ടാക്കിയത്, അപ്പോൾ കൊണ്ടുപോകേണ്ടതും യേശുവാണ്, നമുക്കറിയത്തില്ല ആരാണ് പോകുന്നത് പോകാത്തതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഞാനിങ്ങനെ വായടപ്പിക്കുവാനിടയെ തീർന്നു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ച് അവിടുന്ന് എണീറ്റ് പോയി. ഈ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ മാതാവും പിതാവും സഹോദരങ്ങളൊക്കെ എണീറ്റ് പോയി. ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാനിടയായി തീർന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഈ വാക്കുകൾ, അതായത് നീ ഇന്ന് മരിച്ചാൽ നിൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകും, ഈ വാക്കുകൾ എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് നീ ഇന്ന് മരിച്ചാൽ നിൻ്റെ ആത്മാവ് എവിടെ പോകും, സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ള ആ ചിന്ത. മറുഭാഗത്ത് നീ ഈ പെന്തക്കോസിലോട്ട് പോയാൽ നിൻ്റെ ഫ്രണ്ട്സ്, നിൻ്റെ ബന്ധുക്കളൊക്കെ എന്തു പറയും, നാണക്കേടാണ് എന്നുള്ള ചിന്ത. 2 ചിന്തകളാലും ഞാൻ അവിടെ ഇരുന്ന് ഞരങ്ങുവാനിടയായി തീർന്നു. എന്താണ് ഞാൻ തീരുമാനമെടുക്കേണ്ടത്? വളരെയധികം ഭാരത്തോടിരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് വളരെയധികം കരയുവാനിടയായി തീർന്നു. എന്തിന് കരയുന്നെന്നോ അല്ലെങ്കിൽ എന്താവശ്യമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ എനിക്കറിയാം കരയുന്നത് മാനസാന്തരത്തിന്റെ ആദ്യ പടിയെന്ന്. അനേകം പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ക്രിസ്തു സ്നേഹം രുചിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറിയ ഷീല സുനിൽ ഇന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ ദൈവിക സ്നേഹത്തിന്റെ അനുഭവങ്ങൾ സ്വന്തമാക്കി സുവിശേഷത്തിന്റെ വയലുകളിൽ ഭർത്താവ് സുവിശേഷകൻ സുനിൽ രാജിനൊപ്പം അനേകർക്ക് പ്രത്യാശ നൽകി കർത്താവിന്റെ സ്നേഹം പകർന്നു നൽകി സഞ്ചാര സുവിശേഷിയായി ജീവിതം തുടരുകയാണ് സിസ്റ്റർ ഷീല. 2 ചിന്തകളാൽ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. ഒരു സൈഡിൽ ഇന്ന് മരിച്ചാൽ നിൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകും, സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ ഭയപ്പെടുത്തി, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുവാനിടയെ തീർന്നു. മറുഭാഗത്ത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ബന്ധുക്കൾ, അവരെന്ത് പറയും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ ഞാൻ പെന്തക്കോസുകാരിയായിട്ട് നിൽക്കുന്ന എന്നുള്ള ചിന്ത എന്നെ വളരെയധികം ഭരിക്കുവാനിടയെ തീർന്നു. 2 ചിന്തകളാലും ഞാൻ വളരെയധികം ഞരങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്താമണ്ഡലത്തിൽ ഞാൻ ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോൾ എനിക്കറിയാതെ അങ്ങോട്ട് കരച്ചിൽ വന്നു. ഞാൻ ഒരുപാട് സമയം ഇരുന്ന് കരഞ്ഞു. എന്തിന് കരയുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം അനുതാപമാണ് മാനസാന്തരത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത്. ഞാനിങ്ങനെ കരഞ്ഞ്
ദൈവസേനയിൽ അവസാനം ഒരു തീരുമാനമെടുത്തു, കർത്താവെ, ജീവിക്കുന്നുവെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകണം എന്ന് ഞാൻ അവിടെ ഇരുന്ന് തീരുമാനിച്ച് എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം ഊരി കയ്യിലെടുത്തു. എൻ്റെ മാതാവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുവാൻ ഇടയെ തുറന്നു. എൻ്റെ മാതാവിന് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അതുവരെയും ഞാൻ തർക്കിച്ചും ഇതിനെതിരായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് അവർ കണ്ടതുകൊണ്ട് വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഇല്ല, എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം, ഞാൻ ഇനി ജീവിക്കുന്ന കർത്താവിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് ഇങ്ങനെ പറയുവാനിടയെ തീർന്നു. അങ്ങനെ അവർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമായി. 1996 അവസാന ഘട്ടത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അങ്ങനെ അടുത്ത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു സ്നാന ശുശ്രൂഷ നടക്കുവാനിടയെ തീർന്നു. അതിന് മുന്നോടിയായി 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ നടത്തി. അങ്ങനെ ഫാസ്റ്റിംഗ് പ്രെയറിൽ കുഞ്ഞുങ്ങൾ വരെ അഭിഷേകത്തിൽ ആരാധിക്കുന്നത് കാണുവാൻ എനിക്കിടയായി തീർന്നു. 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രവചനാത്മാവിനാൽ നിറയുന്നത് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീർന്നു. പക്ഷേ എനിക്ക് അന്യഭാഷ അടയാളമോ അഭിഷേകമോ ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വളരെയധികം ഭാരപ്പെട്ട് അവിടെ ഇരുന്ന് ദൈവസേന കരയുവാനിടയായി. കർത്താവെ, എനിക്കും ഈ പരിശുദ്ധാത്മാഭിഷേകം വേണം, എനിക്കും കർത്താവിനെ ആരാധിക്കണമെന്നൊക്കെ ഞാൻ വളരെയധികം ഭാരപ്പെട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞാൻ ദൈവസേനയിൽ ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവത്തോട്. എന്തെന്ന് വെച്ചാൽ, ദൈവം എനിക്ക് അന്യഭാഷ തരുമ്പോൾ എനിക്ക് ദർശനത്തോടുകൂടെ അന്യഭാഷ തരണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിനു മുമ്പായിട്ട് തന്നെ ഈ അന്യഭാഷ പറയുന്നവരെയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെയൊക്കെ ഞാൻ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ അഭിഷേകം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് ലഭിക്കാതിരുന്നപ്പോൾ ഞാൻ ദൈവസേനയിൽ ഏറ്റു പറഞ്ഞു കരയുവാനിടയെ തീർന്നു, പ്രാർത്ഥിക്കുവാനിടയെ തീർന്നു. ഈ പാട്ടിൻ്റെ അവസാനം നിർത്താനുള്ള ആ സാഹചര്യം വന്നപ്പോൾ, എന്ന് പറഞ്ഞാൽ നിർത്തേണ്ട സമയമായപ്പോൾ, എൻ്റെ മേൽ എനിക്ക് ദൈവാത്മാവ് ഒരു ദർശനം കാണിക്കുവാനിടയിൽ തീർന്നു. ഒരു വലിയ ബക്കറ്റിനകത്ത് ഐസ്ക്രീമിനെക്കാളും വെണ്മയുള്ള ഒരു ക്രീം പത ഇങ്ങനെ പൊങ്ങി വന്ന് അത് നിറഞ്ഞ് കവിയുന്ന ഒരു കാഴ്ച എന്നെ കാണിക്കുവാൻ ദൈവമിടയിൽ തീർന്നു. ആ കാഴ്ച കണ്ടതും എന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എൻ്റെ അധരത്തെ ദൈവാത്മാവ് തൊട്ട് അന്യഭാഷകളിൽ ആരാധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് അറിയാൻ പറ്റാത്ത ഒരു വലിയ സന്തോഷം അന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുവാനിടയായി തീർന്നു. പലരും പറയുന്നുണ്ട് ഇത് വെറുതെയാണ് അന്യഭാഷ എന്നൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിൽ വരുമ്പോൾ നമ്മൾ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ 1997 സ്നാനപ്പെട്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ 9ാം ക്ലാസ്സിലായി സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കുറച്ച് ട്രാക്റ്റ് എൻ്റെ ബാഗിൽ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. അന്നത്തെ കാലത്ത് സുവിശേഷ പ്രതികൾ, അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷം, ലൂക്കോസ്, മത്തായി, ഇങ്ങനെയുള്ള സുവിശേഷ പ്രതികൾ ഒറ്റ പുസ്തകമായിട്ട് ഇങ്ങനെ കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പുസ്തകം പിള്ളേരുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ട് ഇപ്രകാരം പറയുമായിരുന്നു, ഇത് വായിച്ചിട്ട് പഠിച്ചാൽ നന്നായിട്ട് മനസ്സിലാകും, മറന്നു പോകത്തില്ല എന്ന് പറയും. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ അതൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഇൻ്റർവെല്ല് സമയത്ത്, ഉച്ച സമയത്തൊക്കെ ദൈവസേനയിൽ ഞാൻ ഇരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര വിശ്വാസവും വലിയ തീഷ്ണത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ഓരോ കുഞ്ഞുങ്ങളോടൊക്കെ സുവിശേഷം പറയാനും അനേർക്ക് വേണ്ടി വീട്ടിലിരുന്ന് അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി തന്നു. ആ കാലഘട്ടത്തിൽ, അതായത് ഞാൻ നാമധേയ ക്രിസ്ത്യാനി ആയിരിക്കെ തന്നെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നതായിട്ടൊക്കെ ആ കുഞ്ഞുനാളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വപ്നങ്ങൾ ഇങ്ങനെ കാണും. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ മൈക്രോഫോണിലൂടെ പ്രസംഗിക്കുന്നതായിട്ട്, അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അനേക വേദികളെയൊക്കെ ദൈവം എന്നെ കാണിക്കുവാനിടയെ തീർന്നു. എന്നാൽ ഞാനിത് ചിന്തിക്കുമ്പോൾ ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ചിന്തിച്ചിരുന്നത്, ഞാൻ കൂടുതൽ ആത്മീയ ആയിട്ടുള്ള അറിവ് എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, പിന്നെ സാധാരണ ഒരു ആണായിരുന്നുവെങ്കിൽ വചനം ഓടി നടന്ന് പ്രസംഗിക്കുക, അനേകരോട് സുവിശേഷം പറയാം, പല രാജ്യങ്ങൾ പല ദേശങ്ങൾ കടന്നു ചെല്ലാം എന്നായിരുന്നു അന്നത്തെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന കുഞ്ഞു ചിന്ത. പ്രത്യേകിച്ച് ഒരു പാസ്റ്റർ മകളായിരുന്നുവെങ്കിൽ ഒന്നുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഈ ധാരണയായിരുന്നു എൻ്റെത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരിക്കലും നടക്കത്തില്ല. ഞാൻ ഈ സ്വപ്നം മാതാപിതാക്കളോട് പറയുമ്പോൾ അവരും ചിരിക്കാറുണ്ട്. കാരണം നടക്കത്തില്ല എന്നുള്ള തോന്നലാവാം. അങ്ങനെ ഞാൻ ഈ സ്വപ്നമൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ പല വേദികളിലൊക്കെ നിൽക്കുമ്പോൾ, പലരോട് സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും കണ്ണുനീരുമൊക്കെ. ഇത്ര നല്ലവനാം പ്രിയനേ,
ഇധരയിൽ രുചി ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരും എൻ്റെ മാതാവിനോട് ഇങ്ങനെ പറയുമായിരുന്നു, നിനക്ക് 3 പെൺമക്കളാണ്, ആരും കല്യാണം കഴിച്ചുകൊണ്ട് പോകത്തില്ല, പെന്തക്കോസിൽ പയ്യന്മാരൊക്കെ ഇല്ല എന്നുള്ള ഒരു ശബ്ദം മാതാവിനെ വളരെയധികം വേദനിപ്പിക്കുമായിരുന്നു. എൻ്റെ മാതാവ് വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവെ ഒരു കുഞ്ഞിനെങ്കിലും നേരത്തെ വിവാഹം കഴിപ്പിക്കണമേ എന്ന് ദൈവസന്നി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവകൃപയാൽ 3 പെൺകുഞ്ഞുങ്ങളെയും 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ വിവാഹം കഴിപ്പിക്കുവാനായിട്ട് വലിയവനായ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ 98ാമത്തെ വർഷം എൻ്റെ വിവാഹം നടക്കുവാനിടയത്തും ദൈവകൃപയാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ്റെ കുടുംബത്തിലാണ് എനിക്ക് കയറി ചെല്ലുവാൻ ഇടയായി തീർന്നത്. എന്നെ വിവാഹം കഴിച്ചത് പാസ്റ്റർ സുനിൽ രാജാണ്. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച് വരവേ 2 വർഷം കഴിഞ്ഞപ്പോൾ 2000-ൽ എനിക്ക് മൂത്ത മകനെ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് 1 വർഷമൊക്കെ ആയപ്പോൾ എൻ്റെ ശരീരത്തിൽ വളരെയധികം ഒരു രോഗം വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ തല മുതൽ കാല് വരെ വ്രണങ്ങൾ വ്യാപരിച്ച് പൊട്ടി ഒഴുകുന്ന ഒരവസ്ഥയായിരുന്നു. പഴുപ്പും രക്തവുമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. വളരെയധികം വേദന അനുഭവിച്ച നാളുകളായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. നേരെ വസ്ത്രങ്ങൾ ധരിക്കുവാൻ കഴിയാത്ത അവസ്ഥ ആയിരുന്നു. ശരീരമാസകലം വേദനയും നീറുന്ന അവസ്ഥയുമായിരുന്നു. രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, കുഞ്ഞിനെ ശരിക്കൊന്നും നോക്കുവാൻ കഴിയാതെ വണ്ണം വളരെയധികം ഭാരപ്പെട്ടു. എന്നാലും ദൈവം എനിക്ക് കൂട്ടിത്തന്ന എൻ്റെ ഭർത്താവ് വളരെയധികം എനിക്ക് സപ്പോർട്ടായിരുന്നു. എൻ്റെ ശരീരത്തിൽ മരുന്ന് ഇട്ട് തരികയും എന്നെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കുവാനിടയായി തീർന്നു. എങ്കിലും ഞാൻ ഈ രോഗം കാരണം മാനസികമായിട്ട് വളരെയധികം തകർന്നു. എനിക്ക് മറ്റുള്ളവരുമായി ഫേസ് ചെയ്യുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ വീടിനകത്ത് ഒതുക്കപ്പെട്ട് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥകളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നാലും ഞാൻ ആദ്യമൊന്നും ദൈവമേ എനിക്ക് എന്താണ് ഇങ്ങനെ വരുത്തിയെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ദൈവമേ ശക്തി തരണേ, എന്നെ ശക്തീകരിക്കണമേ, എനിക്ക് സൗഖ്യം തരണമേ എന്നൊക്കെ ഉള്ള പ്രാർത്ഥന മാത്രമായിരുന്നു എപ്പോഴും എൻ്റെ ജീവിതത്തിൽ. അവസാന ഘട്ടമായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയും ഉറക്കമില്ലാത്ത രാത്രികളുമായപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എൻ്റെ പ്രാണൻ എടുക്കണമേ, എനിക്കിങ്ങനെ മുന്നോട്ട് തുടർന്നു പോകാൻ പറ്റത്തില്ല കർത്താവേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഞാൻ വളരെയധികം വേദന അനുഭവിക്കുവാനിടയായി തീർന്നു. ആ സമയങ്ങളിലൊക്കെ ഓരോരുത്തർ പറയുന്ന ഓരോ മെഡിസിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. വൈദ്യന്മാരെ, അതുപോലെ ഹോമിയോ, അലോപ്പതി തുടങ്ങിയ ഒരുപാട് ചികിത്സകൾ എൻ്റെ ശരീരത്തിൽ അവർ പരീക്ഷിക്കുകയുണ്ടായി, അങ്ങനെ തന്നെ പറയാം. അത്രമാത്രം ഞാൻ വേദന അനുഭവിച്ചു. ഓരോ ദിവസം കൂടുന്തോറും ഈ വ്രണങ്ങൾ ചുവന്ന് പഴുത്ത് ഇങ്ങനെ നീരൊലിച്ച് ഏകദേശം 1 വർഷം വരെ എൻ്റെ ശരീരത്തിൽ ആ വ്രണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാനിടയായി തീർന്നു. ആ സമയങ്ങളിലൊക്കെയും ദൈവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് ഇങ്ങനെ ഉപദേശം പറയുകയും ചെയ്യും, പൂർണ്ണമായിട്ട് ദൈവവേല ചെയ്യണം, പൂർണ്ണമായിട്ട് ദൈവവേല ചെയ്യണമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ഞങ്ങൾ പൂർണ്ണമായിട്ട് സുവിശേഷ വേല ചെയ്താൽ എങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാലല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ചിന്ത ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദൈവദാസന്മാർ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനമായി ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. 1 വർഷം കൊണ്ട് കരിയാത്ത ആ വ്രണം 3 ദിവസം കഴിഞ്ഞപ്പോൾ കരിയാനിടയായി തീർന്നു. കരിഞ്ഞു തുടങ്ങി. 1 മാസമായപ്പോൾ പൂർണ്ണമായി ഒരു പാടുപോലും ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണമായി കൂടുതലായിട്ട് വിശ്വാസമുണ്ടായി. ഞങ്ങൾ ദൈവവേലയ്ക്ക് ഇറങ്ങുവാനിടയായി, അതുവരെയും ചെറിയ ചെറിയ ദൈവവേലയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ദൈവത്തോട് പൂർണ്ണമായി സമർപ്പിച്ചു. പൂർണ്ണ സമയം കർത്താവെ ദൈവവേല ചെയ്യാം എന്നും ഉള്ള തീരുമാനത്തിലായി ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നു.
തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലകളിലും പല ദേശങ്ങളിലും മാറി 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 ഞങ്ങൾക്ക് കടന്നു ചെല്ലുവാനും സഭാ ശുശ്രൂഷയിൽ ഏർപ്പെടുവാനുമൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ആദ്യത്തെ മകൻ ജനിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകനും ജനിക്കുവാനിടയായി തീർന്നു. അവരുടെ പഠനകാലത്തൊക്കെ ദൈവത്തിൻ്റെ വലിയ മഹത്വം പൈതങ്ങളിലുണ്ടായിരുന്നു. വളരെ കഷ്ടതകളും രോഗങ്ങളും അപകടങ്ങളും വാഹനാപകടങ്ങളൊക്കെ ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും ദൈവം മരണത്തിന് ഏൽപ്പിക്കാതെ വേണം ദൈവം ഓരോ ദിവസവും കരം പിടിച്ച് വഴി നടത്തി. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമായി കുഞ്ഞുങ്ങളെ 2 പേരെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി, അതായത് ബൈബിൾ കോളേജ് പഠനത്തിന് വേണ്ടി ഞങ്ങൾ അയക്കുവാനിടയായി തീർന്നു. പലരും ഞങ്ങളോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടാനായിട്ട് അയക്കുന്നതെന്നൊക്കെ ചോദിച്ചുവെങ്കിലും ഞങ്ങൾക്കൊരു തീരുമാനമുണ്ടായിരുന്നു. ആദ്യം ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് പഠിക്കണം, പഠിച്ച് ദൈവം ഏത് മേഖലയിലാണ് ആഗ്രഹിക്കുന്നോ ആ മേഖലയിലോട്ട് ദൈവം ഉപയോഗിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വചനം പഠിക്കുവാനായിട്ട് അയച്ചു. മൂത്ത കുഞ്ഞാണെങ്കിൽ വചനം പഠിച്ച് ഡിഗ്രിയും BTH ഒരുമിച്ച് പഠിച്ചതിന് ശേഷമായി പിന്നെയും സെക്കുലർ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇളയ കുഞ്ഞും അങ്ങനെ തന്നെ, അവൻ BTHും BAയും കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് ഇപ്പോൾ MD ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത പഠനത്തിന് വേണ്ടി അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളും ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്ത് നല്ല ഗാനങ്ങൾ ആലപിക്കുകയും ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്ത് ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളായിട്ട് തന്നെ വളർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഇന്ന് വരെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബമായി ദൈവവേല ചെയ്യുവാൻ ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 2011 മുതൽ ഞങ്ങൾക്ക് ഒരു ടീം ഫോം ചെയ്യുവാനായിട്ട് ദൈവം അവസരം തന്നു. മിസ്പ ഗോസ്പൽ മിഷൻ എന്ന് പറയുന്ന ഒരു ടീം ആണ് ഞങ്ങളത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഞങ്ങളുടെ തമിഴ്നാടിൻ്റെ ചില പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ കടന്നു ചെന്ന് ട്രാക്ട് മിനിസ്ട്രിയും പരസ്യങ്ങളും കൺവെൻഷനുകളും കടലോര പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. ചില ദൈവദാസന്മാരെ ഒരു പ്രതിഫലിച്ചില്ലാതെ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ ചില ദൈവദാസന്മാരെ ഞങ്ങൾക്ക് കൂടെ ദൈവം ഒരുക്കി തന്നു. സന്തോഷകരമായി ടീം പ്രവർത്തനം ഞങ്ങൾക്ക് ഇന്ന് വരെയും ചെയ്തു വരുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഈ ജീവിതാനുഭവം എന്തിലേക്ക് പങ്കുവെച്ചെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഒരുപാട് കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് കർത്താവേ ഇനി സുവിശേഷ വേല തുടരണമോ, ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ നടുവിൽ തണലിൽ കിടന്നുകൊണ്ട് കർത്താവെ മതി മതി എന്ന് പറയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കഷ്ടത വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഞെരുക്കം വന്നാലും ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാതെ ഉറച്ചു നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. കഷ്ടതയോ പൗലോസ് പറയുന്നത് പോലെ കഷ്ടതയോ നഗ്നതയോ വാളോ ആപത്തോ പട്ടിണി എന്ത് തന്നെ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ ആർക്ക് കഴിയും? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും പ്രാർത്ഥനയുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമല്ല. നമ്മുടെ കണ്ണുനീര് ഒരിക്കലും വ്യർത്ഥമല്ല. കഷ്ടതയും പട്ടിണിയും വേദനയും നിരാശയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. അതെല്ലാം ഒരു ബ്രാക്കറ്റ് പീരീഡാണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ മുന്നോട്ട് വയ്ക്കുവാൻ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ അനുഭവം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ വചനത്തിൻ്റെ മുമ്പാകെ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിത അനുഭവം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇത് മാത്രമാണ്. നമ്മൾ കർത്താവിനെ തേടിപ്പോയതല്ല, ദൈവം നമ്മളെ തേടി വന്ന് ആ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ച്, കാൽവരിയിൽ നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ച് ആ കർത്താവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടത വന്നാലും ദുഃഖം വന്നാലും ആ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഈ മാറ്റമില്ലാത്ത സ്നേഹത്തെ എവിടെ അവസരം കിട്ടിയാലും വർണ്ണിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഞങ്ങൾ കുടുംബമായിട്ടാണ് കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്നത്. പലപ്പോഴും ദൂതുകളും സ്വപ്നങ്ങളും ഒക്കെ നിറവേറുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം പലയിടങ്ങളിൽ അർഹതയില്ലാത്ത എന്നെയും ദൈവം ഉപയോഗിക്കുന്നുണ്ട്. പല വേദികൾ ദൈവം ഒരുക്കി തരുന്നുണ്ട്. പല ദേശങ്ങളിലും ദൈവം എന്നെ അയക്കുന്നുണ്ട്. എനിക്കത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചതായിരുന്നു ഇത് എനിക്ക് പറ്റത്തില്ല എന്ന്. പക്ഷേ ദൈവം എന്നെ പ്രാപ്തിയാക്കി തീർത്തു. അതുപോലെ ആഗ്രഹം ഉള്ളിലുണ്ടായിട്ടും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് ദൈവവേല ചെയ്യുവാൻ കഴിയാതെ വണ്ണമോ അല്ലെങ്കിൽ ദൈവത്തെ ഉയർത്തുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരാണെങ്കിൽ ഇന്ന് ഈ സമയം ദൈവം നമ്മോട് ഉറപ്പിച്ച് പറയുകയാണ്, തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഉപയോഗിക്കും.
നിങ്ങൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥനയോടെ വിനയത്തോടെ ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങളെല്ലാം തീർന്നു പോകും. നമ്മളിപ്പോൾ അധ്വാനിക്കുന്നത് ഒരിക്കലും വൃഥാവായി തീരത്തില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ചെയ്യുന്ന ഈ കർത്താവിൻ്റെ വേല വ്യർത്ഥമല്ല എന്നോർത്ത് കർത്താവിൻ്റെ വേല വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ പൗലോസ് പ്രബോധിപ്പിക്കുന്നത് പോലെ കർത്താവിൻ്റെ വേലയിൽ ഉറപ്പുള്ളവരായി ദൈവകൃപയിൽ ഉറച്ചു നിന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇനിയുള്ള നാളുകൾ ഞങ്ങളും ദൈവത്തിന് വേണ്ടി പിന്നെയും കർത്താവിന് വേണ്ടി എരിഞ്ഞ് ശോഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങളും കഷ്ടതകളും രോഗങ്ങളൊക്കെ കടന്നു വന്ന് എന്നിട്ടും ദൈവസന്നിധി ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞു. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും ഞങ്ങളെ നടത്തുവാൻ ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തു തന്നെയായിരുന്നാലും ഞങ്ങളെ വിടുവിച്ച് ആശ്വസിപ്പിച്ച് നടത്തിയവനായ ദൈവം നിങ്ങളെയും ദൈവശക്തമായിട്ട് ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യും. തീർച്ചയായിട്ട് ശുശ്രൂഷ മേഖലകളിൽ തളർന്നു പോയിരിക്കുന്ന നിങ്ങളെ ദൈവം ബലപ്പെടുത്തുക തന്നെ ചെയ്യും. ആ ഒരു എലിയാവിനെ പോലെ എലിശയെ പോലെ ദൈവകരങ്ങളിൽ ദൈവം നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. മിസ്ബാ ഗോസ്ബൽ മിഷൻ എന്ന തന്റെ സംഘടനയുമായി ചേർന്ന് ഭർത്താവ് സുനിൽ രാജിനൊപ്പം തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലയിലും മലയോര മേഖലകളിലും ക്രിസ്തുവിന്റെ സാക്ഷികളായി അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിച്ചുകൊണ്ട് ജീവിതം തുടരുന്ന സഞ്ചാര സുവിശേഷിക തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട മുത്തുകുഴി സ്വദേശി സിസ്റ്റർ ഷീല സുനിൽ രാജിന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പച്ചപ്പുൽശയ്യയിൽ കിടത്തിടും നിന്നെ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ ഇത്രമാം സ്നേഹം ഉയർ കൊടുത്തേനിക്കായി ഇത്രമാം സ്നേഹം